ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന ആൾട്ടർ നെക്കുള്ള ബ്ലൗസാണ്, സാരി ബ്ലൗസ്. സാധാരണയുള്ള പോലെ 1 മീറ്റർ വിത്ത് ബ്ലൗസാണ് ഇത്. സാരിയുടെ കൂടെ വന്നിട്ടുള്ള വിത്ത് ബ്ലൗസ് 1 മീറ്റർ അങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്രേപ്പാണ് ലൈനിങ് എടുത്തിട്ടുള്ളത്, അതും 1 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ലൈനിങ്ങിൽ കട്ട് ചെയ്യാം. നമ്മളെപ്പോഴും ലൈനിങ്ങിൽ മാക്സിമം കട്ട് ചെയ്യാൻ നോക്കുക, എന്നിട്ട് മാത്രമേ മീൻ ക്ലോത്തിൽ കട്ട് ചെയ്യാവുള്ളൂ. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്, അതായിരിക്കും ബെറ്റർ, റിസ്ക് ഇല്ലാതെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ക്ലോത്തിന് നേരെ എന്താ പറയുക, രണ്ടായിട്ട് നേരെ പകുതി മടക്കിയിട്ടില്ല, ആവശ്യമുള്ളത് മാത്രം മടക്കി വെക്കുക. ഇതേപോലെ എത്രയാണോ നമുക്ക് വിടുത്ത് വേണ്ടത് നോക്കിയിട്ട്, നമ്മുടെ ബോഡിക്ക് എത്ര വേണം നോക്കിയിട്ട് മടക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്ക് പാർട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എത്ര വേണം ബ്ലൗസിൻ്റെ ലെങ്ത്ത് എന്നുള്ളത് മാർക്ക് ചെയ്യുക. അപ്പോൾ 14 അരയാണ് ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. എന്താ പറയുക, അതിൻ്റെ കൂടെ നമ്മുടെ ഈ സീം എന്താ പറയുക, തയ്യൽത്തുമ്പും കാര്യങ്ങളൊക്കെ അതിൽ ഈ 14 അരയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതില്ലേൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിത് മൊത്തത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് തയ്യൽത്തുമ്പും ഒക്കെ വന്ന് ഇനി അത് കഴിഞ്ഞിട്ട് മേലെ ഞാൻ ജസ്റ്റ് ഒരു വര വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു വര അങ്ങനെ കൊടുത്തതേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ എത്രയാണ് നിങ്ങളുടെ ഹാഫ് ഓഫ് ദ ഷോൾഡർ നോക്കുക, അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ മാർക്ക് ചെയ്യുന്നതിന് മുന്നേ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് അത്ര എടുത്താൽ മതി. ബ്ലൗസിൻ്റെ സ്ലോപ്പൊക്കെ ആകുമ്പോഴത്തേന് ഓരോന്നിനും ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, 1/2ലും കുറച്ച് കൂടുതലിരിക്കുന്നുണ്ട്. ഇതേപോലെ വരയ്ക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, വരച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ക്ലിയർ ആയിട്ട് കാണുമല്ലോ, അതുകൊണ്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഹാഫ് ഓഫ് ദ ഷോൾഡർ എടുക്കുക. എത്രയാണ് ഫുൾ ഷോൾഡർ, അതിൻ്റെ പകുതി 14 ഷോൾഡറാണ് 7. അപ്പോൾ ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, കുറയ്ക്കൊന്നും ചെയ്യുന്നില്ല, കറക്റ്റ് അങ്ങനെ കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ടൈപ്പ് നെക്ക് വയ്ക്കുമ്പോൾ അങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത്. ഇനി അത് കഴിഞ്ഞിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് എത്ര വേണമെന്നുള്ളത് ആണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ബാക്കിൻ്റെ ആയാലും ശരി, ഫ്രണ്ട് ആയാലും എങ്ങനെയായാലും നമുക്ക് നെക്ക് വിഡ്ത്ത് വേണം, എത്ര വേണമെന്നുള്ളത്. ഞാനിതിൽ 3 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 ഇഞ്ച് വിഡ്ത്ത് ഇവിടെ കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ച് നോർമൽ 3 ഇഞ്ചാണ്. അതിലും കൂടുതൽ വേണമെന്ന് വെച്ചാൽ ഒരുപാട് തടിയുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് വ്യത്യാസം വരും. 3 ഇഞ്ച് മതിയാവും. ഇനി ഈ ഒരു 3 ഇഞ്ചിൽ നിന്ന് ഇവിടത്തേക്ക് ഈ ഒരു സ്ലോപ്പ്, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ആ ഒരു ലൈന് കൊടുത്തത്. അതില്ലാതെ ജസ്റ്റ് ഇതേപോലെ വരയ്ക്കുന്നതാണെങ്കിലും വരയ്ക്കാം. നമ്മൾ വേറെ ഡ്രസ്സിലൊക്കെ വരച്ചിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഈ ഒരു സ്ലോപ്പ്. ഇനി ഈ ഒരു സ്ലോപ്പ് വരച്ച ഇതേപോലെ വരച്ചു കൊടുത്തല്ലോ, ഈ താഴത്തെ പോയിൻ്റിൽ നിന്നാണ് പിന്നെ ഇനി നമുക്ക് ആം ഹോൾ എടുക്കേണ്ടത്. മനസ്സിലായോ? ഈ ഒരു വരേൻ്റെ അകത്ത് ഈ ഇവിടുന്ന് താഴത്തേക്ക് മാത്രമേ ഇനി നമ്മൾ ആം ഹോളിൻ്റെ ലെങ്ത്ത് എടുക്കാവുള്ളൂ. ആം ഹോൾ ഞാനിവിടെ 7 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് 7 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഇനി നമുക്ക് ഈ ഒരു ആം ഹോൾ വരച്ച് കൊടുക്കുന്നതിന് മുന്നേ ബോഡി ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രഞ്ച് കേവ് ആണെങ്കിൽ ഫ്രഞ്ച് കേവ് വെച്ചിട്ട് വരച്ചു കൊടുക്കുക. ഇതേപോലെ ഫ്രഞ്ച് കേവ് വെച്ച് വരച്ചു കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെ. അതല്ല ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കണം എന്നുള്ള ആൾക്കാർക്ക് അങ്ങനെയും കൊടുക്കുക. ഇതാകുമ്പം കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഓക്കെ. പക്ഷേ ഇതാകുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ബിഗിനേഴ്സിനെല്ലാം ആകുമ്പോഴത്തേക്ക് നല്ല യൂസാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും താഴത്ത് ടക്കിട്ട് കൊടുക്കണം. അതിന് മുന്നേ എത്രയാണോ ഷേപ്പ് എന്നുള്ളത്, എനിക്ക് 7.5 എൻ്റെ താഴത്തെ ഷേപ്പ് വരുന്നത്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, 1 ഇഞ്ച് നമ്മൾ കൂടുതലെടുക്കുക. കാരണം ഇവിടെ ടക്കിട്ട് കൊടുക്കാനുണ്ട്. ടക്കിട്ട് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിനൊക്കെ വേണ്ടി നമ്മൾ കൊടുക്കുമല്ലോ ഇതേപോലെ. അപ്പോൾ ഇവിടെ 1 ഇഞ്ച് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അത് ഇവിടെ വരണം. അതിന് 1 ഇഞ്ച് നമ്മൾ കൂടുതൽ അവിടെ മാർക്ക് ചെയ്തു. ഇതാണ് നമ്മൾ ആ 1 ഇഞ്ച് അടക്കം എടുത്തിട്ടുള്ളത്. മേലെ 1 ഇഞ്ചിൻ്റെ ആവശ്യമില്ല, താഴെ മാത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സ്ട്രാ സീം അലവൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഇതേപോലെ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക ഈ ഒരു അളവിൽ. ഇത് ബാക്കാണ് വരുന്നത്. ഇനി ഫ്രണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യും. ഫ്രണ്ടിലാണ് മെയിനായിട്ടുള്ള കട്ടിങ് വരുന്നത് തന്നെ. ബാക്ക് വളരെ സിമ്പിളാണ്, നോർമലായിട്ട് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ആണിത് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ വെച്ച് ഇവിടുന്ന് നെക്കിൻ്റെ ഇവിടുന്ന് ഇതേപോലെ. ഇനി ഇതിൽ നെക്കോ കാര്യങ്ങളോ ഒന്നും നമ്മൾ മാർക്ക് ചെയ്യണ്ട, ബാക്ക് ഇറക്കം വരുന്നുമില്ല. മനസ്സിലായോ? ഇനി
ഫ്രണ്ടിൽ നമുക്ക് ഓപ്പൺ വരുന്നുണ്ട്. ബട്ടൺസ് ഞാൻ ഫ്രണ്ടിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ ആദ്യമേ ഇതേപോലെ വരച്ചു കൊടുക്കണം. നമ്മളെപ്പോഴും ബട്ടൺസിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുക്കുമല്ലോ, ബട്ടൺസ് ഇടുന്ന ഫ്രണ്ടിലാണ് വരുന്നതാണെങ്കിലും സിബൊക്കെ വരുമ്പോഴത്തേക്കല്ലോ അതേപോലെ. ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് എടുത്ത് ഇതേപോലെ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഈ താഴത്ത് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച്, ഓക്കെ, ഒരു 1/2 ഇഞ്ച് എന്ത് ചെയ്യുക, കുറച്ചുകൂടെ കയറ്റി വെക്കുക. എന്നിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് എത്രയാണോ ഉള്ളത് അതേപോലെ വരച്ചു കൊടുക്കുക. ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ലെങ്ത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ പറഞ്ഞ ഒരു 1/2 ഇഞ്ച് ഇറക്കം കൂടുതൽ വെച്ചിട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് മേലെ 1 ഇഞ്ചും താഴത്ത് 2 ഇഞ്ചും എക്സ്ട്രാ നമ്മൾ ഇതേപോലെ വരച്ചു കൊടുക്കുക. അതേ നമുക്കൊരു വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ ഫ്രണ്ടും ബാക്കും ആയിട്ട്. ബാക്കിയൊക്കെ ഒരേ സെയിം ആണ് അളവ്. ഈ സൈഡിൽ മാത്രം നമുക്ക് എക്സ്ട്രാ വരും. ഈ ആം ഹോളൊക്കെ നമ്മൾ വരച്ചു കൊടുക്കുമ്പോൾ എത്രയാണോ കറക്റ്റ് ആം ഹോൾ വരുന്നത് അതേപോലെ ഞാൻ വരച്ചു കൊടുക്കേണ്ട ആ സ്ക്വയറൊക്കെ. അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് ഒരു 1/4 ഇഞ്ച് ഇതേപോലെ ഇങ്ങനെ അകത്തോട്ടായിട്ട് ഇങ്ങനെ വരച്ചെടുക്കണം. കാരണം ഫ്രണ്ട് ആം ഹോൾ കുറച്ച് കുഴിച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ല വൃത്തിക്ക് ആ ഒരു ഷേപ്പൊക്കെ കിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം നമ്മുടെ ഷോൾഡർ അത് അത്രയും തന്നെ ആവശ്യമുണ്ട്, അതിൽ നിന്നൊരു കട്ടിങ്ങും വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ 3 ഇഞ്ച് ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മളിപ്പോൾ വരച്ചിട്ടുള്ളത്, ഇവിടുന്ന് മേളിലേക്ക് നമുക്ക് എക്സ്ട്രാ 3.5 ഇഞ്ച് വേണം. അപ്പോൾ എപ്പോഴും നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ഇത്രയും സ്പേസ് മേലെ വരുന്ന പോലെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അത്രയും സ്പേസ് മേലെ വേണം. ആദ്യമേ ചെന്നങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു 3.5 ഇഞ്ച് മേളിലേക്ക് ഇതേപോലെ ക്ലോത്ത് വെച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നേരെ സെൻറ്ററിൽ വെച്ചിട്ട് ഒരു 1.5 ഇഞ്ച് എടുക്കുക. മനസ്സിലായോ? ഇവിടുന്ന് ഇങ്ങനെ 1.5 ഇഞ്ച് അകത്തോട്ടേക്ക് ഇതേപോലെ മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ സെൻറ്ററിൽ, ഇതിപ്പോൾ 1.5 തന്നെയാണല്ലോ വരിക, കാരണം നമ്മൾ 3 ഇഞ്ചല്ലേ വിടുത്തെടുത്തിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നെക്കിൻ്റെ ഇറക്കം എത്ര വേണം, ഈ ഒരു ലൈനിങ്ങിൽ ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ, ഇതിൽ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിച്ചു തരികയാണ്. കാരണം വിത്തൗട്ട് ലൈനിങ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇനി നമ്മൾ നെക്കിൻ്റെ ഇറക്കം എടുക്കുമ്പോൾ ഈ ഒരു ഞാനിപ്പോൾ വെച്ച ആ ലൈനിൻ്റെ അവിടുന്ന് താഴത്തേക്ക് നിങ്ങൾക്ക് എത്ര ഇറക്കം വേണം, 7 ഇഞ്ചാണോ 6.5 ആണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതേപോലെ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിഡ്ത്ത് സെയിം 3 തന്നെ, അതിൽ വ്യത്യാസമൊന്നും വരാനില്ല. മേലെ എത്രയാണോ എടുത്തിട്ടുള്ളത് സെയിം തന്നെ താഴത്തും എടുക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇങ്ങനെ ഷേപ്പൊക്കെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വീതി കൂട്ടാം. മനസ്സിലായോ? അതല്ലാതെ നമ്മൾ താഴെയും മേലെയും സെയിം തന്നെ എടുക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ എന്താ പറയുക വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയറും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇത് ഈ ഒരു ഭാഗം ഇവിടത്തേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു സ്ക്വയറിൻ്റെ അവിടത്തേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. എത്രയാണേലും നമ്മൾ ഇതേപോലെ അവിടെ ഒരു സ്ക്വയർ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ നോർമൽ നെക്കിനാണെങ്കിലും സ്ക്വയർ വരച്ചു കൊടുക്കുമല്ലോ, സെയിം തന്നെ ഇതേപോലെ നോർമൽ എടുത്താലും മതി. നോർമൽ എടുത്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വരിക ചെയ്യുക. അവിടെ നിന്നല്ലേ ഞാൻ ജസ്റ്റ് കാണിക്കുന്നില്ല, ഇത് ഞാൻ കൈ എങ്ങനെ ആയിപ്പോയിന്നേ ഉള്ളൂ, അവിടെ നിന്നല്ല വരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനെ ഈ നെക്കിൻ്റെ ഈ നല്ല റൗണ്ടായിട്ടൊക്കെ വന്നിട്ടുള്ള നെക്ക് കാണുമല്ലോ, ഈ സൈഡിൽ ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് വീതി കൂടുതലാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നല്ല വീതിയായിട്ടൊക്കെ വരുന്നതെന്ന് കാണൂലേ. അപ്പോൾ ഞാൻ ഇതിന് 1 ഇഞ്ചും കൂടി പുറത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇവിടുന്ന് ഈ ഒരു ഷേപ്പിൽ എങ്ങനെ ഇപ്പോൾ പറഞ്ഞതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ മിഡിലെടുത്ത് ആ മിഡിലിൽ അവിടെ ഒരു പോയിൻ്റ് കൊടുത്ത് ഇത് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. എവിടുന്ന് മാറിപ്പോവരുത്, ഇത് എവിടുന്ന് ഇങ്ങനെ വരിക. എന്നിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ വന്നിട്ട് ഇങ്ങനെ നമുക്ക് ഏത് ഷേപ്പിലാണോ നമ്മൾ വരച്ചെടുക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ നെക്ക് കിട്ടും. കണ്ടില്ലേ? ഇതേപോലെ ഷേപ്പിലാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ വിത്തൗട്ട് ലൈനിങ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ. ഡയറക്റ്റായിട്ട് ക്ലോത്തിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുക. ഇതിപ്പോൾ ലൈനിങ് ആണ്, നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, കട്ടൊന്നും ചെയ്യുന്നില്ല, സെയിം അങ്ങനെ അങ്ങ് വെക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രിൻസസ് കട്ട് ചെയ്യണം. മേലെ നിന്ന് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 10.5 ഇഞ്ചിലൊരു പോയിൻ്റ് കൊടുത്ത് ഒരു 3.5 ഇഞ്ച് ഇവിടത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് താഴത്തുനിന്നും 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 1.5 ഇഞ്ച്
ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ സ്ട്രെയിറ്റ് ആക്കി. ഇവിടെ 1.5 ഇഞ്ചാണ് ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് മേലേക്ക് 2 ഇഞ്ചിലൊരു പോയിൻറ്റ് അത് ഇതേപോലെ മാർക്ക് ചെയ്ത്, പിന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇവിടത്തേക്കൊന്ന് മുട്ടിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഷേപ്പ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക്, ഈ കോണിൽ നിന്ന് ഈ കോണിലേക്ക് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ആ ഒരു ഷേപ്പ് ഇതേപോലെയാണ് വരേണ്ടത്. ഈ എഡ്ജിൽ നിന്ന് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരിക. ഇതാണ് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. മനസ്സിലായോ? ഇനി ഇവിടുന്ന് നമ്മൾ ഈ സൈഡിലേക്ക് ഇങ്ങനെ കുറച്ചൊന്ന് എന്താ പറയുക, കയറ്റിയിട്ടൊന്ന് കട്ട് ചെയ്തു. അത് കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചരിച്ചൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടുന്ന് ഇങ്ങനെ, കാരണം നമ്മളൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ താഴത്തെ എടുത്തിട്ടുണ്ടല്ലോ, അത് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. താഴത്തെ അതിങ്ങനെ ഒരു മടക്കി വെച്ചതായതുകൊണ്ട് ഞാൻ അത് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ കയറ്റിയിട്ടൊന്ന് കട്ട് ചെയ്യണം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആ നെക്ക് കട്ട് ചെയ്യുന്നില്ല. നെക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ മാർക്ക് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വരച്ചതേ ഉള്ളൂ. നമ്മളത് കട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്യാൻവാസ് വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള നെക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ക്യാൻവാസ് വെക്കുമ്പോഴത്തേക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതേപോലെ പ്രിൻസസ് കട്ടും ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഫ്രണ്ട് പാർട്ടും കൂടിയും കട്ട് ചെയ്തു. ഇനി നമ്മളിതെങ്ങനെയാണ് നമ്മുടെ ക്ലോത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇതേപോലെ മടക്കി വെച്ച് ഈ ഒരു പീസ് അതിനെ എങ്ങനെയാണോ വെച്ച് കഴിഞ്ഞാൽ കിട്ടുക എന്നൊക്കെ നോക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിന് എന്താ പറയുക, നേരെ പകുതിയായിട്ട് വെച്ചിട്ട് ഒരു ഭാഗത്തുനിന്ന് ഫ്രണ്ടും ഒരു ഭാഗത്തുനിന്ന് ബാക്കും ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ? ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഇങ്ങനെ വെച്ച് നോക്കി വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലൗസിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതല്ലേ. അപ്പോൾ വെച്ച് നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഇവിടെയൊക്കെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ലീവിനൊന്നും കിട്ടില്ല. അവസാനം സ്ലീവ് തികയാതെ പോകും. അപ്പോൾ അതുകൊണ്ട് അതെപ്പോഴും നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ലൈനിങ് ചെയ്യുന്നത്. ലൈനിങ്ങിലാകുമ്പോഴത്തേക്ക് ഇനി ഇൻ കേസ് എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ വന്നാലും കുഴപ്പമില്ല, ലൈനിങ് അല്ലേ, മെയിൻ ക്ലോത്ത് ഒന്നും സംഭവിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അത് തന്നെയാണ് എനിക്ക് എളുപ്പമായിട്ടും തോന്നിയിട്ടുള്ളത്. കണ്ടില്ല? അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ സൈഡിലത്തെ പീസ്, ഈ ഒരു സൈഡിൽ വെക്കുന്ന ഈ ഒരു പീസൊക്കെ ഉണ്ട്, ഇത് നമുക്ക് എങ്ങനെ വേണേലും വെച്ചിട്ട് എടുക്കാം. കാരണം ഇതിൽ ഡിസൈൻ മുഴുവൻ സെയിം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് മാക്സിമം ക്ലോത്ത് ലാഭാക്കിയിട്ട് എടുക്കാം ഇതേപോലെ വെച്ചിട്ടൊക്കെ. ഇതിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന പീസ് ഉണ്ടല്ലോ ഇതിൽ, ഈ മെയിൻ ക്ലോത്തിൽ, അതാണ് നമ്മൾ സ്ലീവിന് യൂസ് ചെയ്യുക. അങ്ങനെ ഫ്രണ്ടും ബാക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വന്ന പീസാണ് ഇത്. ഇതിൽ ഞാൻ സ്ലീവ് എടുക്കുകയാണ്. സ്ലീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽബോ സ്ലീവാണ്, ചെറിയ ഒരു 12-12.5 ആ ഒരു റേഞ്ചിൽ വരുന്നത്. അപ്പോൾ ഇതേപോലെ സ്ലീവിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ അളവിനനുസരിച്ചിട്ട്. എന്നിട്ട് സ്ലീവും കട്ട് ചെയ്തെടുക്കുക. അതിൽ സീം എലവൻസും ഒക്കെ തയ്യൽ തുമ്പൊക്കെ എപ്പോഴും നമ്മൾ കൊടുക്കണം, എന്നിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ സ്ലീവും കൂടിയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവും കൂടിയും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാറായില്ല. ഇനി നമുക്ക് ക്യാൻവാസിലും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് നെക്ക്. അതാണ് മെയിനായിട്ടുള്ള സംഭവം. അതും കൂടി കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്, നേരെ ഇതേപോലെ പകുതിയായിട്ട് മടക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് 2 പീസാണല്ലോ വരുന്നത്, അതുകൊണ്ടാണ് ഓപ്പൺ വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ആ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തതാണ്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയും. അത്രയും അങ്ങനെ പുറത്തേക്ക് തള്ളിയ പോലൊന്നും ആവശ്യമില്ല. എങ്ങനെയാണോ ഇതിൽ ഇരിക്കുന്നത് സെയിം തന്നെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ എത്രയാണോ വന്നിട്ടുള്ളത് അതേപോലെ നോക്കി അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം മുതലേ ചെയ്ത് എങ്ങനെയാണോ അതേപോലെ മാർക്ക് ചെയ്താൽ മതി. 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് ഒരു 1.5 എടുക്കുക. അത് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് അത് കട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിലൊരു ടെൻഷൻ വേണ്ട. പിന്നെയും 3 ഇഞ്ച് തന്നെ എടുത്തു, അവിടെ ഒരു സ്ക്വയർ വരച്ചു കൊടുത്തു. ഇതേപോലെ ഇതെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, ഡൗട്ട് വരണ്ട. ഇവിടുന്ന് അങ്ങോട്ടേക്ക് മേലോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. ഇപ്പുറത്തെ സൈഡിലും സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക, അത് കുഴപ്പമില്ല. പക്ഷെ ഞാനത് വരച്ചില്ല. ഇനി അതിൽ കൺഫ്യൂഷനൊന്നും വരണ്ട. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വരുമല്ലോ, അതാണ് ഇനി വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരികയാണ്. ഈ പോയിൻ്റ് എന്നാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് വരേണ്ടത്. ഇനി
ഇതിൻ്റെ നേരെ സെൻറ്ററിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തേക്ക് 1 ഇഞ്ചും കൂടി തള്ളിയിട്ട് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. കാരണം അത്രയും നല്ല റൗണ്ടായിട്ട് വരാൻ വേണ്ടിയിട്ട്, ഇതേപോലെ റൗണ്ടായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് എടുക്കുക. പുറത്തേക്ക് കുറച്ചുകൂടെ റൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ? ഇതാണ് ഞാൻ നേരത്തെ ആ ലൈനിങ്ങിൽ പറഞ്ഞത്. അപ്പോൾ അത് കൺഫ്യൂഷനായി തോന്നുന്നു. അപ്പോൾ ഇതേപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് എന്നിട്ട് ഒരുപാട് വൈഡ് ആക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചെയ്യണ്ട കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വീതി വേണ്ടത് അത്ര മാത്രം എടുത്താൽ മതി. ഞാനിത് കുറച്ചുകൂടെ നല്ല ഷേപ്പായിട്ടൊക്കെ കിട്ടുന്ന അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പുറത്തേക്ക് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണോ വരച്ചിട്ടുള്ളത് ആ വര മാത്രമേ കട്ട് ചെയ്തെടുക്കാവുള്ളൂ. എക്സ്ട്രാ ആയിട്ടൊന്നും അങ്ങനെ കട്ട് ചെയ്തെടുക്കരുത്. ഇതേപോലെ വരച്ചിട്ടുള്ളത് അതേപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് 1/2 ഇഞ്ച് മതി, അതിൽ കൂടുതൽ വേണ്ട. 1/2 ആവശ്യമുള്ളൂ. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇരുന്ന് കട്ട് ചെയ്യേണ്ടി വരും. കാരണം ഒരുപാട് വീതി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്ക് സ്റ്റിച്ച് ചെയ്ത് മടക്കുമ്പോഴത്തേക്കും ആ വീതി ഇരിക്കും. അതുകൊണ്ട് 1/2 ഇഞ്ച് മാത്രം ക്യാൻവാസിൻ്റെ ഈ ഒരു പീസിന് വീതി ആവശ്യമുള്ളൂ. കണ്ടില്ലേ? മാക്സിമം ചെറുതായിട്ട് ഇത്രയും ആവശ്യമുള്ളൂ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നെക്ക്. മനസ്സിലായോ? ഇനി ഇതിനെ നമുക്ക് ലൈനിങ് പീസിൽ എന്താ പറയുക, ഫ്രീ ആയിട്ട് നമ്മൾ കളയാൻ വെച്ച പീസൊക്കെ ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മെയിൻ ക്ലോത്ത് അല്ല. ഇതിൽ ഇതേപോലെ അയൺ ചെയ്തെടുക്കണം. ഓക്കെ, വേസ്റ്റായിട്ട് വന്നിട്ടുള്ള പീസാണിത്. അതിൽ ഇതേപോലെ 2 പീസും ഒരേപോലെയൊക്കെ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക. മാക്സിമം ഇതേപോലെ അയൺ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അയൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ സൈഡ് കൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട്. 1/2 ഇഞ്ച് ഗ്യാപ്പ് എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മേലെ വെച്ചിട്ട് മടക്കി തയ്ക്കണം. അപ്പോൾ ഇതേപോലെ 1/2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്തു, അത് സെറ്റ് ചെയ്തു. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസ് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്തെടുക്കാം. വിത്ത് ലൈനിങ് ആയിട്ട് മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്തെടുത്തോളൂ. ഇതേപോലെ ഫുള്ളായിട്ട്. അത് ഞാൻ കാണിക്കുന്നൊന്നുമില്ല, അത് നിങ്ങൾ ചെയ്തെടുത്താൽ മതി. കണ്ടില്ല? ഇതേപോലെ എടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു പ്രിൻസസ് കട്ടിൻ്റെ പീസും ലൈനിങ്ങുമായിട്ട് സെറ്റ് ചെയ്ത് അത് താഴേന്ന് മേലേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അതെപ്പോഴും ചെയ്യുന്നതായിട്ട് ഞാൻ എടുത്ത് കാണിക്കാത്ത. പിന്നെ നമ്മൾ ക്യാൻവാസ് പേപ്പർ ഇതേപോലെ എടുക്കുക, എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. മാക്സിമം പിൻ ചെയ്ത് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ താഴത്തും പിൻ ചെയ്ത് കൊടുത്ത് ഇതൊക്കെ മൊത്തത്തിൽ പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ മേലേന്ന് ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അല്ലാതെ വലുതായിട്ടുള്ള അങ്ങനെ ഒരു സംഭവമായിട്ടൊന്നുമില്ല. സാധാരണ നെക്ക് എങ്ങനെയാണോ നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്യുന്ന സെയിം തന്നെ അതേപോലെ ചെയ്തെടുത്താൽ മതിയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പ് കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് ചെറിയ ചെറിയ കട്ടിങ് കൂടി കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇതിനെ നല്ല അകത്തേക്ക് ഇതേപോലെ അങ്ങനെ അകത്തേക്ക് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ എക്സ്ട്രാ ആയിട്ട് വരുന്നത് നമ്മൾ കട്ട് ചെയ്യും. അതാ ഞാൻ പറഞ്ഞ ഇച്ചിരി കൂടിക്കഴിഞ്ഞാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, അത് അവിടെ ഇരുന്നോട്ട് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. ഈ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന നമുക്ക് ആവശ്യമില്ല, അത്രയൊന്നും ആവശ്യമില്ല. അത് നമ്മൾ ചെറുതായിട്ട് പിന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങനെ വരിക, ആ ഒരു കോണുണ്ടല്ലോ, ആ കോണിൻ്റെ അവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആക്കി കൊടുക്കും. ഇതേപോലെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് കട്ട് ചെയ്യരുത്. അകത്തേക്ക് കട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സ്പേസ് ഇല്ലാതാവും. അതുകൊണ്ട് നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ബാക്ക് പാർട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് കഴിഞ്ഞ് ബാക്ക് പാർട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ലൈനിങ്ങുമായിട്ട് മൊത്തത്തിൽ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഈ ടക്കിട്ട് കൊടുക്കുന്ന പരിപാടിയും ഇതും ചെയ്തെടുക്കുക ഫിനിഷ് ചെയ്തിട്ട്. അപ്പോൾ ബാക്ക് ഭാഗം നമ്മൾ ടക്കൊക്കെ ഇട്ട് ലൈനിങ്ങുമായിട്ട് സെറ്റ് ചെയ്ത് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് നെക്ക് ആവശ്യമില്ല, ഇതേപോലെയാണ് വരിക. പിന്നെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇതേപോലെ വെച്ചിട്ട് ഞാൻ ഓൾറെഡി സെൻറ്റർ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇതേപോലെ വരച്ചും കൊടുക്കും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത് നേരെ ഇതേപോലെ വെക്കുക. ഷോൾഡർ ടു ഷോൾഡർ സ്റ്റാർട്ടിങ് ഈ ഒരു ഭാഗത്ത് ഇതേപോലെ കറക്റ്റായിട്ട് വെക്കുക.
സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഈ കോണെത്തുമ്പോൾ നമ്മളിതിനെ നിവർത്തി വയ്ക്കും. മനസ്സിലായോ? ഈ കോണിന്ന് അതിനെ അവിടെ പോയിൻ്റ് താഴ്ത്തിയിട്ട് സൂചിനെ പോയിൻ്റ് താഴ്ത്തി എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരും. ആ സെൻറ്ററിൽ എത്തുമ്പോഴത്തേക്ക് അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ സ്റ്റോപ്പ്. അവിടത്തേക്ക് ഫുൾ സ്റ്റോപ്പാണ്. മനസ്സിലായോ? ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വന്ന് അപ്പോൾ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ഈ ഒരു കോണ്. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. ആ കോണ് കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഒടിവൊന്നും ഉണ്ടാവാതെ നിവർന്നിട്ട് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക, സ്റ്റിച്ച് നിർത്തണം, ലോക്ക് ചെയ്ത് നിർത്തണം. കൂടുതലായിട്ട് അങ്ങോട്ട് തയ്ച്ച് പോകരുത്. അത് അവിടെ നിർത്തി എന്നിട്ട് കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് എടുക്കാം. കണ്ടില്ല, ഇവിടത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എക്സ്ട്രാ ക്ലോത്ത് ഇരിക്കും, അത് നമുക്ക് കട്ട് ചെയ്യാം, ലാസ്റ്റ് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തും ജോയിൻ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണോ നേരത്തെ ചെയ്തിട്ടുള്ള സെയിം തന്നെ. ഈ കോണിൻ്റെ ഇടയ്ക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കണം. തയ്ച്ച് കഴിഞ്ഞിട്ട് അവിടെ കട്ട് കൊടുത്താലും കുഴപ്പമില്ല, അപ്പോൾ നിവർന്ന് വരും. ആ കട്ട് കൊടുക്കുന്നത് തന്നെ അവിടെ ചുളി വിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരിക. സെൻറ്റർ എത്തുമ്പോൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ എന്ത് ചെയ്യണം, ലോക്ക് ചെയ്തിട്ട് നിർത്തണം, അത്രേ ഉള്ളൂ. ഇതേപോലെ ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇങ്ങനെ വെച്ചിട്ട് എവിടെയാണോ നിർത്തിയത് അവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ചുളിവൊന്നും ഇല്ലാതെ കിട്ടും. ഇതിങ്ങനെ ഒന്ന് എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ ക്ലോസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അവിടെ ചുളിവോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞാൽ ബാക്കി വന്നിട്ടുള്ള പീസ് ഉണ്ടല്ലോ, ഇത്രയും അത് നമ്മളങ്ങനെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതിനെ നമ്മൾ നേരെ അകത്തേക്ക് ഇതേപോലെ വെച്ചിട്ട് മടക്കിയിട്ട് ഹെം ചെയ്ത് കൊടുക്കുക. ഹെം ചെയ്താൽ മതി, അല്ലാതെ സ്റ്റിച്ച് ചെയ്യണ്ട. ഹെം ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ തയ്യൽ തുമ്പൊക്കെ അകത്ത് പോവുകയും ചെയ്യും. ബാക്കിയുള്ളത് കുറച്ച് പുറത്തിരിക്കും കേട്ടോ, എന്നാലും കുഴപ്പമില്ല, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇതേപോലെ ഹെം ചെയ്ത് കൊടുക്കുക. ഇനി ഇച്ചിരി പുറത്ത് കണ്ടു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അത് വലിയ കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്ലീവ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ വയ്ക്കുക, സ്ലീവ് ഫിറ്റ് ചെയ്യുക. സ്ലീവിന് ഞാൻ ലൈനിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ രണ്ട് ഭാഗത്തേക്കുമായിട്ട് സ്ലീവ് ഫിറ്റ് ചെയ്യുക. അങ്ങനെ സ്ലീവൊക്കെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഷേപ്പാണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഇങ്ങനെ പിന്നൊക്കെ ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഈ സെൻറ്ററൊക്കെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സെൻറ്റർ മാർക്ക് ചെയ്ത് നേരെ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ നേരെ സെൻറ്റർ വെച്ച് എന്നിട്ടാണ് ഞാൻ ഷേപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ബട്ടൺസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഹെമ്മൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഹെമ്മൊക്കെ ചെയ്ത് ബാക്കിൽ ഇച്ചിരി കാണുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാനതിനെ വല്ലാണ്ട് അങ്ങനെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. അകത്തേക്ക് ഇങ്ങനെ തള്ളി ഇങ്ങനെ തിരികെ ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതാണ്. കുറച്ചും കൂടെ നീറ്റുമായിട്ട് ഇരിക്കണേൽ നമുക്ക് അകത്തോട്ട് ഇടാം. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഈ ഒരു ബ്ലൗസ് കുറച്ച് ബാക്കൊക്കെ കയറിയിട്ട് ഹൈനെക്കൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ നെക്ക് ഇറക്കം വരുന്ന പോലത്തെ, ഇതാണ് അൾട്ടർ നെക്ക് എന്ന് പറയുന്നത്. ഈ ഒരു നെക്ക് ഭയങ്കര ട്രെൻഡാണ്, ഒരുപാട് മുന്നേ ഉള്ളതാണ്. എന്താ പറയുക, പുതുതായിട്ടുള്ളതൊന്നുമല്ല, ഒരുപാട് വർഷം മുന്നേ ഒക്കെ ഉണ്ട്. പക്ഷേ പഴയതൊക്കെ പിന്നെയും പുതുതാക്കിയിട്ടൊക്കെ എടുക്കുകയാണ് എല്ലാവരും. ഇതും ഇപ്പം നല്ല ഇതായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇത് എന്താ പറയുക ഇങ്ങനെ ഉള്ള ചെയ്യുന്നുണ്ട്. കുർത്തീസിലൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. പിന്നെ ഈ ഒരു സാരി എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് ചിങ്കാരി കളക്ഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അടിപൊളി സാരിയാണ്, നല്ല കംഫർട്ടുമാണ്. എന്താ പറയുക, അവരെ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം. താങ്ക് യു.